ഹായ് വ്യൂവേഴ്സ്, ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു ഹെൽത്തി റെസിപ്പിയാണ്. യുവത്വം നിലനിർത്താനും നമ്മുടെ യൂത്ത്ഫുൾ അപ്പിയറൻസും ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഡേറ്റ് ആൻഡ് ജിഞ്ചർ ടീ. ഇതിൽ ഒരുപാട് ഐറ്റംസ് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ്, ഒരു ടീ. ചായപ്പൊടിയൊന്നും ഇടുന്നില്ല, പക്ഷെ നല്ല ഹെൽത്തി ഇൻഗ്രീഡിയൻസ്, നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഓവറോൾ ഹെൽത്തിനൊക്കെ നല്ലതായ കുറച്ച് ഐറ്റംസ് ചേർത്തുണ്ടാക്കുന്ന ഒരു ടീയാണ്. നിങ്ങളുടെ ഡയറ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് നോക്കൂ, നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ സ്കിന്നിനും പല പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ് ഹാർട്ട് ഹെൽത്ത്, ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ, സ്ട്രോക്ക് റിസ്ക് കുറയ്ക്കാൻ, ഹെൽത്തി പ്രഗ്നൻസി ആൻഡ് ഡെലിവറി ഒക്കെ ഉണ്ടാവാൻ, വെയിറ്റ് ലോസ് പ്രൊമോട്ട് ചെയ്യാൻ, അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് നല്ലതാണ്, കോളൻ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലതാണ്, റെസ്പിറേറ്ററിയും ഡൈജസ്റ്റീവ് ഹെൽത്തിനൊക്കെ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഡേറ്റ്സ്. പിന്നെ ഇതിലുള്ളത് ജിഞ്ചർ. ഇഞ്ചിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് നമ്മുടെ ഡയറ്റിൽ എപ്പോഴും കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കൂടുതലും വയറിന് ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ ചുമ, റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇതിനൊക്കെ നല്ലതാണ്. ആർത്രൈറ്റിസ്, മസിൽ പെയിനിനൊക്കെ ജിഞ്ചറിന് ബെനിഫിറ്റ്സ് കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഗോജി ബെറി അല്ലെങ്കിൽ വൂൾഫ് ബെറി എന്നും പറയും. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കിട്ടുന്നതാണ്, ഹെൽത്ത് ഫുഡ് സ്റ്റോഴ്സിലൊക്കെ ഇത് എപ്പോഴും കോമൺ ആയിട്ട് കിട്ടുന്നതാണ്. ഇത് നമ്മുടെ കാഴ്ചയ്ക്ക് നല്ലതാണ്. ടയേർഡ് ഫീലിംഗ് ഉണ്ടെങ്കിലും പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അവരുടെ ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ വളരെ നല്ലതാണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും, ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും, ഡയബറ്റീസിൻ്റെ സിംറ്റംസ് കുറയ്ക്കാനും, അതുപോലെ ഡ്രൈ ആയിട്ടുള്ള കോഫ് നും പിന്നെ ഒരു അമിതമായിട്ട് സ്വെറ്റ് ചെയ്യണത് കുറയ്ക്കാനുള്ള ഒക്കെ നല്ലതാണ്. വൂൾഫ് ബെറി അല്ലെങ്കിൽ ഗോജി ബെറി ചൈനീസ് ട്രഡീഷണൽ മെഡിസിനിൽ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. ഇതൊരു ആയുസ് കൂട്ടിക്കിട്ടാനും ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു വണ്ടർ ഫ്രൂട്ട് ആണിത്. ഇതിൻ്റെ ബെറീസ് എടുത്ത് മുന്തിരി ഉണക്കണ പോലെ ഉണക്കി ഡ്രൈ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പുറമേ ചുരുങ്ങിയിരിക്കും, പക്ഷെ ഉള്ളിൽ സോഫ്റ്റാണ് അതിൻ്റെ പൾപ്പ്. പിന്നെ ഇതിലുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കൽക്കണ്ടം അല്ലെങ്കിൽ റോക്ക് ഷുഗർ. ഇതൊരു മൗത്ത് ഫ്രഷ്നറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ജലദോഷം, ഫ്ലൂ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നല്ലതാണ്. പല ഹെർബ് ടീസിൽ ഇത് ചേർക്കുന്നതാണ്. അല്ലെങ്കിൽ തേൻ ഉപയോഗിക്കാം മധുരത്തിന് വേണ്ടി. അതിനു വേണ്ടി ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസും ഒരുപാട് നല്ല ഗുണങ്ങളുള്ളതാണ്. അതുപോലെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റഡീസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിൽ നട്ട്സായിട്ട് യൂസ് ചെയ്യുന്നത് വാൾനട്ട്സ് ആണ്. വാൾനട്ട്സ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നട്ട്സിൽ ഉള്ള ഐറ്റമാണ്. പറ്റുകയാണെങ്കിൽ ഇത് ഡയറ്റിൽ കുറച്ച് ഇൻക്ലൂഡ് ചെയ്താൽ ഇത് നല്ലൊരു സോഴ്സാണ് omega-3 ഫാറ്റി ആസിഡ്സിനും ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പോൾ യുവത്വം നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഈ ടീ, ഡേറ്റ് ആൻഡ് ജിഞ്ചർ ടീ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാണ്. ഇഞ്ചി, ഡേറ്റ്സ്, വാൾനട്ട്സ്, പിന്നെ വൂൾഫ് ബെറി അല്ലെങ്കിൽ ഗോജി ബെറി, ഇത് കൽക്കണ്ടം അല്ലെങ്കിൽ തേൻ. അപ്പോൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് 3 കപ്പ് വെള്ളം, ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 240 മില്ലിയുടെ കപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 3 കപ്പ് വെള്ളം ഒരു സോസ് പാനിൽ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുപോലത്തെ വലിയ സ്ലൈസസ് ആയിട്ട്, സ്കിന്ന് കളയണമെന്നില്ല, നല്ലോണം കഴുകിയാൽ മതി, ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ടിട്ട് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 5 ഡേറ്റ്സ് മുഴുവനോടുകൂടി വെള്ളത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഡേറ്റ്സിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്, അത് ഏതായാലും തിരക്കേടില്ല, നമുക്കിഷ്ടമുള്ളത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് 10 മിനിറ്റ് തിളയ്ക്കണം. ആ സമയത്ത് നമുക്ക് ഈ വൂൾഫ് ബെറി അല്ലെങ്കിൽ ഗോജി ബെറി എടുത്തിട്ട് അത് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ 10 മിനിറ്റ് വെക്കണം. അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അത്. അതേ സമയത്ത് നമുക്ക് വാൾനട്ട്സ് എടുക്കണം. വാൾനട്ട്സ് ഒരു 2 വലിയ ടേബിൾ സ്പൂൺ, അത് ഇതുപോലെ ചോപ്പ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും മാറ്റി വെക്കണം.
പിന്നെ നമുക്ക് ഗാർണിഷിന് വേണ്ടി ആവശ്യമുള്ള ഒരു എക്സ്ട്രാ 2-3 ഡേറ്റ്സ് വേണം. അപ്പോൾ ഡേറ്റ്സിൻ്റെ കുരു നമുക്ക് കളയണം ആദ്യം. അത് ഇങ്ങനെയാണ് ചെയ്യണത്. നീളത്തിൽ ഇങ്ങനെ ഒന്ന് സ്ലിറ്റ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് കുരു മാറ്റി കൊടുക്കാം. കുരു മാറ്റിയതിന് ശേഷം നമുക്കിത് ഫ്ലാറ്റായിട്ട് ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് പായ ചുരുട്ടണ പോലെ ഇങ്ങനെ റോൾ ചെയ്ത് കയറ്റണം. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ഇങ്ങനത്തെ പീസസ് കിട്ടും. അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ടീ ഏറ്റവും അവസാനം. അപ്പോൾ 10 മിനിറ്റ് നമ്മുടെ ടീ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കൽക്കണ്ടം റോക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. 1-2 ടേബിൾ സ്പൂൺ കൽക്കണ്ടം അല്ലെങ്കിൽ തേനും ഉപയോഗിക്കാം. ഞാൻ കൂടുതലും കൽക്കണ്ടമാണ് പ്രിഫർ ചെയ്യുന്നത്. അതും കൂടി ചേർത്ത് കൽക്കണ്ടം ഫുള്ളായിട്ട് ഡിസോൾവ് ചെയ്യണ വരെ ഒന്നും കൂടി തിളപ്പിച്ചുകൊണ്ടിരിക്കാം. ഷുഗർ ഡിസോൾവ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ടീ സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് ഇത് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ചായപ്പൊടി ചേർക്കാത്ത ഹെൽത്തി ടീ ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ചായപ്പൊടി കുറച്ച് ചേർക്കണമെങ്കിൽ വേണമെങ്കിൽ ചേർക്കാം, കൂടുതൽ ആയി പോകണ്ട. കാരണം ഇതിന് തന്നെ അതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ട്. ചായപ്പൊടി ഇട്ടാൽ അത് മുഴുവൻ ഓവർടേക്ക് ചെയ്ത് പോകും. അപ്പോൾ നന്നായിട്ട് ഇത് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഗാർണിഷിന് വേണ്ടി സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഗോജി ബെറീസ് ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ നിന്ന് ബെറി മാത്രം കോരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോപ്പ് ചെയ്ത വാൾനട്ട്സും നേരത്തെ റെഡിയാക്കി കുരു കളഞ്ഞ് ചോപ്പ് ചെയ്ത ഡേറ്റ്സിൻ്റെ പീസസ്. അപ്പോൾ ഇത് ഡ്രിങ്ക് ചെയ്യുമ്പോൾ നല്ലൊരു വിശപ്പിനും ഒരു ആശ്വാസം കിട്ടും. പിന്നെ എല്ലാ ഐറ്റംസും നല്ല ഹെൽത്തിയാണ്. നമ്മുടെ സ്കിന്നിനും മുടിക്കും കണ്ണിനും പല പല ഗുണങ്ങളുണ്ടെന്ന് അറിഞ്ഞ് ഇത് കുടിക്കുമ്പോൾ അതിൻ്റെയും കൂടി ഒരു സന്തോഷം കിട്ടും. നല്ലൊരു പ്ലസൻറ്റ് ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചത് ഡെയിലി ഒന്ന് കുടിക്കാൻ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഹെൽത്തിന് വളരെ നല്ലതാണ്. ഞാനിത് ട്രൈ ചെയ്തിട്ട് കുറച്ച് നാൾ എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ഓവറോൾ ഒരു ടയേർഡ് ഫീലിങ്ങും ഒരു ലാക്ക് ഓഫ് എനർജി പല ബുദ്ധിമുട്ടുകളും എന്നെ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതെനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കോമെൻറ്റ് ഇതിനെപ്പറ്റി ഒരു സജഷൻസ് അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. എൻ്റെ ചാനൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. നല്ല പുതിയ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. ഓൾ പേഴ്സണലൈസ്ഡ് നണ്ണെന്ന് ഈ ബെല്ലുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണും. അതിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ ചില വീഡിയോസിൻ്റെ മാത്രം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ഓളും കൂടി സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.